പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സന്ധ്യ ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് നൽകി. നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എടുക്കുമ്പോൾ രണ്ട് വാക്ക് അടുത്തൊരു വർഷത്തേക്കായിട്ട് സ്വർഗം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ പലവിധ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നാളെ എങ്ങനെയായിരിക്കും, എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ജീവിക്കുന്ന ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് വലിയ പ്രത്യാശയോടെയാണ് നമ്മൾ അടുത്തൊരു വർഷത്തെ എതിരേൽക്കാൻ പോവുക. ഈ ഒരു ദിവസം എനിക്ക് കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഞാൻ ഈ ദിവസം പറയാൻ ആഗ്രഹിക്കുകയാണ്. വിത്ത് ജീസസ് യുവർ ബെസ്റ്റ് ഡേയ്സ് ആർ അഹെഡ്, നോട്ട് ബിഹൈൻഡ്. ആ മഞ്ഞ ലെറ്ററിൽ എഴുതിയ ലെറ്റർ നിങ്ങളെല്ലാവരും നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് പറയാം. വിത്ത് ജീസസ് your best days are ahead, not behind. യേശു ക്രിസ്തുവിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞതാണ്. ഈ ലോകത്തില് ആർക്കും നമുക്ക് നൽകാൻ പറ്റാത്ത ആ വലിയ പ്രത്യാശ അത് യേശുവിന് മാത്രം നൽകുന്നതാണ്. കാരണം അതാണ് യേശുവിൻ്റെ ഉയർപ്പ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്, മഹാനായ ജോൺ പോൾ സെക്കൻഡിൻ്റെ ഒരു വാക്ക് ഓർക്കുകയാണ്. മരണത്തെക്കാളും പാപത്തെക്കാളും എല്ലാ തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം എന്നതിൻ്റെ അടയാളമാണ് കുരിശിലെ മരണവും ഉത്ഥാനവും. നമ്മൾക്ക് എന്നും യേശുവിനെ നോക്കുമ്പോൾ യേശുവിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു വലിയ സത്യമാണ്, ദൈവത്തിന് മനുഷ്യനോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ആ സ്നേഹം നമ്മളോട് പറയുന്നത്? നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, തകർച്ചകൾ, പരാജയങ്ങൾ, ഈവൻ മരണം പോലും ഉണ്ടായാൽ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ ആ സ്നേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ പിതാവായ ദൈവം നമ്മൾക്ക് കാണിച്ചു തരും. ഇതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ എപ്പോഴും പ്രത്യാശയോടെ വലിയ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തൻ്റെ സ്നേഹത്തോട് അവിടുന്ന് വിശ്വസ്തനാണ്. അതിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനെ കല്ലറയിൽ നിന്നും ഉയർത്തിയത്. ദൈവം ആരാണെന്നുള്ളൊരു ചോദ്യം ഈ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ലോകം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനൊരൊറ്റ ഡെഫിനിഷനെ ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ 2024 പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, ലോകം അത്ര സുഖകരമായ ഒരു യാത്രയിലല്ല. പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ, കലഹങ്ങൾ, വലിയ ദുരിതങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇങ്ങനെ നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ അവസാന കാലഘട്ടങ്ങളിലൊക്കെ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല, ലോകത്തിന് നമുക്കൊന്നും നൽകാനുമില്ല. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ സ്നേഹിക്കുന്നവൻ, അവന് നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതാണ്. അത് ഈ ലോകത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളുമായിട്ടോ ലോകത്തിലെ ഏതെങ്കിലും സംവിധാനങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നേരത്തെ വിജെ ട്രാവൻ പറഞ്ഞതുപോലെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇന്ന് അഭിമന്യ സ്നേഹപിതാവ്, നമ്മുടെ ആനാപറമ്പിൽ പിതാവ് മനോഹരമായൊരു സന്ദേശം നൽകി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ദൈവത്തിൻ്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു പോയ
അല്ലെങ്കിൽ ഈ ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ സ്നേഹബന്ധം നഷ്ടപ്പെട്ടതാണ് ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ബെനഡിക്റ്റ് പാപ്പയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവ മനുഷ്യ സ്നേഹത്തിൻ്റെ ബന്ധം അറ്റുപോയതാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും. അപ്പോൾ ഈ ലോകത്തിലെ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പൊ ദൈവം നമ്മളേക്ക് ഉപേക്ഷിച്ചോ? ദൈവം ഉപേക്ഷിക്കുന്നില്ല. ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ്. ആദ്യ പാപത്തിന്റെ ഫലമായി നമ്മളിലെല്ലാം വന്നു ചേർന്ന ഒരു വലിയ പാപ അവസ്ഥയുണ്ട്. മനുഷ്യൻ ദൈവത്തെക്കാൾ അധികമായി തന്നെ തന്നെ സ്നേഹിച്ചു, ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പോലും തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ താല്പര്യങ്ങളും തൻ്റെ സുഖങ്ങളും നിറവേറ്റുവാൻ മനുഷ്യൻ പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ലോകം അനുഭവിക്കുന്ന ദുരിതങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്വർഗം നമ്മളോടൊരു വാക്കേ പറയാനുള്ളൂ: മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കും. അനുദപിക്കുക. സ്വർഗം ഇന്നും ലോകത്തോട് പറയുന്ന ഒരു വാക്കേ ഉള്ളൂ: അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ചൊരിയപ്പെടാനായിട്ടുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ കാണുന്നതാണ്. റൈറ്റ് ഫ്രം ദ വേർഡ് ദ ജെനസിസ്, മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും വാതിൽക്കൽ നമ്മൾ ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹം നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമം മുഴുവനും നമ്മളതാണ് കാണുക. അത് കുഷ്ഠരോഗമായാലും തളർവാദ രോഗമായാലും പൈശാചിക ബാധകളായാലും രക്തസ്രാവമായാലും കാനായാലും വെള്ളം വീഞ്ഞു തീർന്നു പോയ അവസ്ഥയായാലും വലയിൽ മീൻ കയറാത്ത അവസ്ഥയായാലും ലാസർ മരിച്ചുപോയ അവസ്ഥയായാലും ഇതെല്ലാം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ളൊരു കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിത്ത് ജീസസ് യുവർ ബെസ്റ്റ് ഡേയ്സ് ആർ എഹെഡ്, നോട്ട് ബിഹൈൻഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തില് ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഓരോ വർഷം കഴിയുന്നതോറും ലോകം ഓരോ വർഷം കഴിയുന്നതോറും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നേച്ചർ അതാണ്. കാരണം ഈ ലോകം ചുരുങ്ങുവാനും നശിക്കപ്പെടുവാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ നമ്മളെ എന്തിന് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഈ 2023 ഒരു ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന് ഒരൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ: ദൈവത്തെ പോലെ ആവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പിതാവിൻ്റെ പോലെ മക്കള് പിതാവിൻ്റെ സ്വഭാവമുള്ളവരായി മാറണം. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയാം. നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള പദ്ധതിയാണ്. ജെറമ്യ 29:11. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ളതാണ്. നിനക്ക് ശുഭമായൊരു ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതി. പ്രിയ സഹോദരൻ, എന്താണ് ഈ പദ്ധതി? നമ്മളൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ ഇന്നും ഈ യേശുവിൻ്റെ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയാണ്, നമ്മളൊക്കെ ഈ പ്രാർത്ഥനയും പള്ളിയും ആരാധനയും ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോഴും ഓരോ വർഷം കഴിയുന്തോറും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്താ പറയുക, നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉന്മൂലനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറ്റപ്പെടുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണ്? ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ ലോകത്തിലോടൊപ്പം നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. നമ്മളെല്ലാവരും അവനെ വിശ്വസിച്ച് നമ്മളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, 2024 നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേദനകളും ദുഃഖങ്ങളെല്ലാം ഇറങ്ങി വരാൻ സ്വർഗം ദൈവം തയ്യാറാണ്. പക്ഷേ
ദൈവം എന്തിനാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്? ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ ചോദ്യം രണ്ടും ഒരു ഉത്തരമാണ്. ഒന്ന്, തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ പാപത്തിൽ നശിച്ചു പോകാതെ ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുക എന്നുള്ളതാണ്, ദൈവത്തിലായിത്തീരുക എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഡിസൈൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രശ്നമാണ്. God has created us, designed us in His image and likeness എന്നാണ് പറയാം. എന്താണ് ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ആ അളവറ്റ സ്നേഹത്തിൽ പങ്കുകാരാക്കിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും അതവൻ്റെ സ്വയം നാശത്തിൽ എത്തിച്ചേരും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അടിസ്ഥാന കാരണം ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. ഇത് ലോകത്തിലെ എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നതാണ്, ദൈവവിശ്വാസമുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം. ആൻഡ് വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി? നമ്മുടെ സ്പെഷ്യാലിറ്റി ഇങ്ങനെ എന്തെങ്കിലും കുറെ കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതല്ല. നമുക്ക് വ്യക്തവും കൃത്യവുമായൊരു ലക്ഷ്യം സ്വർഗം തന്നിട്ടുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്. പാപത്തെയും മരണത്തെക്കാളും ലോകത്തിലെ എല്ലാ തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണ. ഇതാണ് യേശു ക്രിസ്തുവിൽ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ കരുണയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് ദുഃഖങ്ങളെ വിമോചിക്കാൻ കഴിവുണ്ട്. പക്ഷെ എന്താണ് കരുണയുടെ ആത്യന്തികമായ ഉദ്ദേശം? ദൈവം നമ്മളോട് കരുണ കാണിച്ചത് തൻ്റെ പ്രിയപുത്രൻ വഴി നമ്മുടെ പാപങ്ങളും ദുരിതങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മൾ നീക്കി കളഞ്ഞത് നമ്മൾ ഈ ലോകത്തിൽ കുറച്ചുകൂടി ബെറ്ററായി ജീവിക്കാനല്ല. നമ്മളുടെ ഡെസ്റ്റിനി ഇവിടെയല്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മളുടെ ഡെസ്റ്റിനി. ആ നിത്യജീവിതത്തിൽ ദൈവത്തോടൊപ്പം എന്നും വസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് മാത്രമാണ് ഈ ലോക ജീവിതം. പക്ഷെ നമ്മൾ ആ സൗഭാഗ്യത്തെ മറന്ന് ഈ ലോകത്തെയും ലോക വസ്തുക്കളെയും ലോക സുഖങ്ങളും തേടി തേടി അത് കുറെ കൂടി ബെറ്റർ ആകാൻ വേണ്ടി, അത് കുറെ കൂടി വാരിക്കൂട്ടുവാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടക്കരുത്. അതിനല്ല യേശു ക്രിസ്തു. ഇവിടെയാണ് നമുക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടും നമ്മൾ എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മളിൽ വരുന്നില്ല? കാരണം we go after God for a wrong reason. ഈ ലോകത്തിലെ ദൈവങ്ങൾ നമുക്ക് തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ ലോകത്തിലെ ദൈവങ്ങൾ തരും. സമ്പത്ത്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, ഫെർട്ടിലിറ്റി, നല്ല ക്ലൈമറ്റ്, at the cost of eternal life. നിന്റെ ആത്മാവിനെ പിടിച്ചു വെച്ചിട്ട് ഈ ലോകത്തിന് നിനക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും തരുന്നതാണ് ഈ ലോകത്തിന്റെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ സത്യ ദൈവം ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് കുറെ സൗകര്യങ്ങൾ ഉണ്ടാക്കാനല്ല. നിങ്ങൾക്ക് ഞാൻ വന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. എന്താണ് ഈ ജീവൻ? ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലുള്ള വാസം. അത് ഈ ഭൂമിയിൽ നമ്മൾക്ക് സ്വന്തമാണ്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. അതല്ലേ ക്രിസ്മസ് എന്ന് പറയണത്. പക്ഷെ പലപ്പോഴും നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച് ഇന്ന് ക്രിസ്തു ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റിയായി നമ്മൾ മാറുകയാണ്. നമ്മുടെ ക്രിസ്മസ്, നമ്മുടെ ആഘോഷങ്ങളൊക്കെ വെറും സെലിബ്രേഷൻസ് ആയി തഴംതാർന്നപ്പെട്ടു. ആൻഡ് ദർ ഈസ് നോ ക്രൈസ്റ്റ് ഇൻ us. കാരണം ക്രിസ്തു നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറണം. നമ്മൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നത്. ഈ ലോകത്തിൽ ലഭിക്കാതെ നേടാനുള്ള വ്യക്തിയല്ല ക്രിസ്തു. എന്ന് വെച്ചാൽ അത് വേണ്ടാന്നല്ല കർത്താവ് പറയണത്. പക്ഷെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ആദ്യം നിന്റെ ആത്മരക്ഷ നീ സ്വന്തമാക്കണം. ക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? 4 കാര്യങ്ങളാണ്. 1, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. 2, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. 3, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ.
4 നിത്യജീവിതം ഞങ്ങൾക്ക് തരണം. ഇതിനാണ് യേശു ക്രിസ്തു വന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ദുരിതങ്ങളും വേദനകളും നീക്കപ്പെട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാള് കുരിശിലെ നല്ല കള്ളനാണ്. എത്രമാത്രം ദുരിതങ്ങൾ കിടന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യന് അയാളായിരുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു സൗഭാഗ്യത്തിലേക്കാണ് യേശു അയാളെ കൊണ്ടുപോയത്. അതേ ദുരിതം അനുഭവിച്ചൊരു മനുഷ്യൻ ഇടതുവശത്തും കിടപ്പുണ്ട്. അയാൾ നമ്മുടെയൊക്കെ പ്രതിപുരുഷനാണ്. ഇന്ന് നമ്മൾ ഈ ദുരിതത്തിൽ തന്നെ കിടക്കുകയാണ്. അയാളുടെ പ്രാർത്ഥനയും വലതുവശത്തെ കള്ളന്റെ പ്രാർത്ഥനയും 2 പ്രധാന പ്രാർത്ഥന. 2024 പോകുമ്പോൾ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമ്മളൊക്കെ ചെറുതും വലുതുമായ പല പ്രതിസന്ധികളെയും പ്രശ്നങ്ങൾ ഉഴലുന്നവരാണ്. പക്ഷെ നമ്മൾ ഈ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത്. പ്രശ്നം മാറാൻ വന്നവനല്ല ദൈവം. ഇടതുവശത്തെ കള്ളൻ കർത്താവിനെ വിളിച്ച് പറയാണ്, നീ ദൈവമല്ലേ, നീ രക്ഷകനല്ലേ, ഈ ദുരിതത്തിനെ രക്ഷിക്കൂ. വെരി സോറി മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും മാറ്റാൻ വന്നവന്റെ പേരല്ല യേശു ക്രിസ്തു. അവന്റെ ദുരിതം മാറിയില്ല എന്ന് മാത്രമല്ല, അവൻ കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. കാരണം അവന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചില്ല. എന്നാൽ നമുക്ക് 2024 പോകുമ്പോൾ ഒരു പ്രത്യാശയുണ്ട്. അതാണ് നല്ല കള്ളൻ. അവൻ പറയുകയാണ്, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? ഇന്ന് ദൈവത്തെ നിഷേധിക്കുന്ന, സഭയെ നിഷേധിക്കുന്ന, സഭാ സംവിധാനങ്ങളെ കുറ്റം പറയുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുണ്ട്. അത് സിനിമകളിലായാലും പത്രത്തിലായാലും അത് ന്യൂസിലായാലും. ഇതൊക്കെ കേട്ടിട്ടും നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. എന്നാൽ ആ വലതുവശത്തെ കള്ളൻ അവനെ ശകാരിക്കുകയാണ്, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? ഇന്ന് നമ്മുടെ ചുറ്റുപാടും ദൈവത്തെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന പല കാര്യങ്ങൾക്കൊക്കെ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. അതൊരു വലിയ ദുരന്ത അവസ്ഥയാണ് നമ്മുടെ ആത്മാവിൻ്റെ. ഇവിടെ കുരിശിൽ കിടക്കുന്നവൻ ഇടതുവശത്ത് കിടക്കുന്ന കള്ളനെ ശാസിക്കുകയാണ്, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? വാട്ട് ആർ യു സ്പീക്കിംഗ്? ഇത് നമ്മൾ സംസാരിക്കണം. രണ്ടവൻ പറയാണ്, നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമാണ്. ഇതാണ് ആ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവേ ഈ വേദന? എന്തുകൊണ്ടാണ് ഞാൻ ഈ കുരിശിൽ കിടക്കുക? നീ രക്ഷകനല്ലേ, രക്ഷിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എന്നെ രക്ഷിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ല, ആദ്യം നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ്. എന്താ പ്രവൃത്തി? നമ്മളാരും വലിയ കൊലപാതകമോ വ്യഭിചാരമോ ബാങ്ക് കൊള്ളയടിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ സ്നേഹം മുഴുവൻ നമ്മളോട് തന്നെയാണ്. നമ്മൾ ദൈവത്തെക്കാൾ ഉപരി ലോകത്തെയാണ് സ്നേഹിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് ഒന്നാമത്തെ പാപം. ഈ ലോക വസ്തുക്കളെയും നമ്മളെ തന്നെ സ്നേഹിക്കുന്നതാണ് ആദ്യ പാപത്തിന്റെ കാരണവും ആദ്യ പാപത്തിന്റെ ഫലവും എന്ന് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പാപം ഇന്ന് നമ്മളെ നിലനിൽക്കുന്നു, ഈ ഫലം നമ്മളെ നിലനിൽക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വാർത്ഥപരമായ കുറെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി യേശുവിൻ്റെ പുറകെ നടക്കുന്ന ഹതഭാഗ്യവാന്മാരായ ക്രിസ്ത്യാനികളാണ് നമ്മൾ. പ്രിയ സഹോദരങ്ങളെ, യേശു വന്നത് അതിനല്ല. യേശു വന്നത് ഈ ലോകത്തിൽ നിന്റെ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈ ലോകത്തിന് വന്നവനല്ല. എൻ്റെ ലോകം വേറൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കുരിശിൽ കിടക്കുന്ന ആ നല്ല കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ, നീ നിത്യതയുടെ രാജാവാണ്, നീ നിത്യതയുടെ രാജാവാണ്. ആ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. യേശുവിന് ഒത്തിരി സന്തോഷമായ പ്രാർത്ഥന. Because that is the reason why I am here in this world. എന്നോട് കരുണയുണ്ടാകണം. ഞാൻ പാപിയാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം എൻ്റെ പ്രവൃത്തികളുടെ ഫലമാണ്. നീ കരുണയുണ്ടാകണം. നിന്നോട് ചേർന്നിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ. നിന്നെ തള്ളിപ്പറഞ്ഞ്, നിന്നെ ദ്വേഷിച്ച്, എൻ്റെ സ്വാർത്ഥപരമായ സുഖ സന്തോഷങ്ങളുടെ പുറകെ നടന്നതിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ ഈ കുരിശിൽ അനുഭവിക്കുന്നത്. ലോർഡ് ഹാവ് മെർസി ഓൺ മീ. ഈ 4 കാര്യങ്ങളാണ് അവൻ പ്രാർത്ഥിച്ചത്. അവൻ്റെ ദുരിതങ്ങൾ മാറിയെന്ന് മാത്രമല്ല, അതിശ്രേഷ്ഠമായൊരവസ്ഥയിലേക്ക്
അവനെ കർത്താവ് കൊണ്ടുപോവാണ്. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, 2024 നമ്മൾ കടക്കുമ്പോൾ സ്വർഗം നമ്മളോട് പറയുക, അനുതപിക്കുക. ദൈവം നമ്മളോട് കരുണ കാണിക്കാം. നിന്റെ ഏത് വേദനയും ദുഃഖവും ദുരിതങ്ങളും മാറ്റാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗോഡ്? ഹൂ ഈസ് ഗോഡ് എന്ന് ലോകം ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവം സ്നേഹമാണ്. വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. ദൈവം സ്നേഹമാണ്. ദൈവം ഒരു ശക്തിയല്ല, ദൈവം സ്നേഹമാണ്. ദൈവം നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മാനേജർ അല്ല. ദൈവം നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഒരു വൈദ്യനല്ല. ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോലീസുകാരനല്ല. God is love. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം കർത്താവ് നമ്മളോട് പറയാ, നീയും സ്നേഹമായി മാറണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുകയാണ്. ലോകം അതിൻ്റെ പല പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളോട് ചോദിക്കുക, നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഇനിയും ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുവാൻ വേണ്ടി, ആർജിക്കുവാൻ വേണ്ടി, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ വേണ്ടി, കിട്ടാതെ പോയത് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ ഓടുകയാണോ നീ? അങ്ങനെ ഓടിയ 2 വ്യക്തികളാണ് വിശുദ്ധ ഗ്രന്ഥം കാണിക്കുന്നത്, ആദവും ധൂർത്തനായ പുത്രനും. അവര് ദൈവത്തിന്റെ പുത്രസ്ഥാനം, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറി അവർ ലോകത്തിന്റെ പുറകെ പോയതാണ് അവരുടെ നാശത്തിന്റെ കാരണം. ആദവും ധൂർത്തപുത്രനും ചരിത്രത്തിലെ 2 കഥാപാത്രങ്ങളല്ല, ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിപുരുഷന്മാരാണ്. And if you can identify yourself in Adam and the prodigal son, you will receive the blessings of heaven. തിരിച്ചു വരണം. ഈ ലോകത്തിനും ലോകവസ്തുക്കൾക്കും നിന്നെ സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. ദൈവത്തിന് മാത്രമേ നമ്മളെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോയി. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭ്രമം കണ്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് എന്തൊക്കെയോ ലോകത്തിൽ നേടുവാൻ വേണ്ടി ആ മഹത്തായ സ്ഥാനം വലിച്ചെറിഞ്ഞവരാണ് നമ്മൾ. തൻ്റെ പ്രിയപുത്രൻ്റെ രക്തം വഴി നേടിത്തന്ന പുത്രസ്ഥാനം, പരിശുദ്ധാത്മാവിൽ മാമോദീസയിൽ മുദ്ര ചെയ്യപ്പെട്ട ആ ദത്തുപുത്രസ്ഥാനത്തിന് എന്തു വില നമ്മൾ കൊടുക്കുന്നുണ്ട്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. നമ്മൾ VJ ട്രാവലിൻ്റെ ടെസ്റ്റിമണി കേട്ട, he was singing for this world, for the glory, money, power, but one day he lost the main thing. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ ഒരു പാട്ടുകാരെ സംബന്ധിച്ച ശബ്ദമാണ്. So when he surrendered his life to Christ, God can restore. ആ സ്നേഹത്തിന് നിന്റെ ജീവിതത്തിലെ ഏത് തകർച്ചയിൽ നിന്ന് ഉയർത്താൻ കഴിവുണ്ട് സഹോദരങ്ങളെ. ആ ധൂർത്തപുത്ര കഥയിൽ നമ്മൾ കാണുന്നുണ്ട്, നഷ്ടപ്പെട്ടതിന് ഇരട്ടി തിരിച്ചു കൊടുത്താണ്. എവിടെയാണ് അത് കിട്ടുന്നത്? ദൈവത്തിനു വേണ്ടി ജീവിക്കണം, ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കണം. ഇതിനാണ് തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത്. കുറച്ച് ദൈവത്തിന് വേണ്ടി, കുറച്ച് ലോകത്തിന് വേണ്ടി, കുറച്ച് എനിക്ക് വേണ്ടി, കുറച്ച് നാട്ടുകാർക്ക് വേണ്ടി. സ്റ്റോപ്പ് ദാറ്റ് യൂസ്ലെസ് ലൈഫ്. ഇറ്റ് ഈസ് യൂസ്ലെസ്. ചിലപ്പോൾ നിങ്ങൾ പറയും, ഞാൻ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് 1ാം സ്ഥാനം ഞാൻ കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കുള്ളൂ. നോ, that is not the purpose for which God has created you. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തിട്ട് നിനക്ക് യേശുക്രിസ്തുവിന്റെ കരുണ ലഭിക്കില്ല. നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരണം. God should become the only priority in your life. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല പ്രയോറിറ്റീസിൻ്റെ കൂടെ എനിക്ക് യേശുവിനെയും കൂടി നമ്മൾ വെച്ചിട്ട് പറയാണ്, യേശു ഇവിടെ നിൽക്കണം, ഞാനിതെല്ലാം ചെയ്ത് സമയം കിട്ടുമ്പോൾ നിനക്ക് കുറച്ച് പൈസയൊക്കെ തരാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ യേശു ഉണ്ടാവില്ല. ആ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് ലോകവും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെയും അടിസ്ഥാന കാരണം. സ്വർഗം നമ്മളോട് പറയാണ്, 2024 കടക്കുമ്പോൾ ബ്രിങ് ജീസസ് വിത്ത് യു. ഇന്നത്തെ ഒരു തീരുമാനമെടുക്കണം, യേശുവിൻ്റെ കൂടെ ജീവിക്കണം. ജോൺ പോൾ II പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക്
മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശ് നിലകൊള്ളുന്നത്. നമ്മൾ കുരിശിനെ വന്ദിക്കുന്നവരാണ്, കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നവരാണ്. But do you know what is the purpose of the cross? എന്താണ് കുരിശ് വഴിക്കുന്നത്? നമ്മുടെ പാപം മായ്ക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിളിയുണ്ട്. അതാ പറയുന്നത്, ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശ് നിലകൊള്ളും. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഇന്നും കുമ്പസാരവും ധ്യാനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കുമ്പസാരിക്കുക, അതല്ല. അതിൻ്റെ അപ്പുറത്തേക്കൊരു യാത്ര ചെയ്യണം. അതാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ മക്കളായി മാറും, പിതാവിൻ്റെ സ്വഭാവമുള്ളവരായി മാറും, കരുണയുള്ളവരായി നമ്മൾ മാറും, സ്നേഹമായി നമ്മൾ മാറും. 2024 കടക്കുമ്പോൾ ഈ കരുണ നമ്മുടെ മേൽ ചൊരിയാൻ സ്വർഗം തയ്യാറാണ്. താൻ സൃഷ്ടിച്ച ഒന്നിനെയും പുച്ഛിച്ചു തള്ളാത്ത ദൈവത്തെ തന്നോട് തന്നെയും തൻ്റെ പിതൃത്വത്തോടും തൻ്റെ സ്നേഹത്തോടും വിശ്വസ്തനായ ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിക്കണം. തന്നോട് തന്നെയും തൻ്റെ പിതൃത്വത്തോടും എന്നും വിശ്വസ്തതയുള്ളവനാവൻ. നമ്മളെ ഒരിക്കലും ജനിപ്പിച്ച് നമ്മളെ തള്ളിക്കളയത്തില്ല അവൻ. He is faithful to his love and to his fatherhood. നമ്മക്കാണ് തെറ്റ് പറ്റുന്നത്. നമ്മൾ ആ പിതൃത്വത്തെ നിരാകരിച്ചു പോയതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരണം. ഇങ്ങനെ പറയുകയാണ്, നൂറ്റാണ്ടുകളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിലൂടെ കാലത്തിന്റെ തികവിൽ യാഥാർത്ഥ്യത്തിൽ മനുഷ്യനുമായി പങ്കുവെക്കപ്പെട്ട ആ രഹസ്യത്തോടുള്ള നമ്മുടെ അടുപ്പം വലുതായിരിക്കണം. നൂറ്റാണ്ടുകളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതും യേശു ക്രിസ്തുവിലൂടെ കാലത്തിന്റെ തികവിൽ യാഥാർത്ഥ്യത്തിൽ മനുഷ്യനുമായി പങ്കുവെക്കപ്പെട്ട രഹസ്യം, അതെന്ന ആ രഹസ്യത്തോടുള്ള നമ്മുടെ അടുപ്പം, അതാണ് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ. God gave his son as a gift for us. നമ്മളുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്, തന്നെ തന്നെ നൽകുകയാണ്. എന്തിനാണ് നമ്മളെ നൽകിയത്? അവനെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ സ്വാർത്ഥപരമായ ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി ഉപയോഗിച്ച് നശിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി, നിനക്ക് ദൈവത്തെ ഉപയോഗിക്കാം. നിന്റെ പല കാര്യങ്ങളും നടക്കും. പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അതിപ്രധാനപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ നിന്റെ കൂടെ ദൈവമില്ല. That is your problem. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കാൻ, കാരണം God gave himself to us. ആ ദൈവത്തെ വെച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്തി പോയപ്പോൾ എന്ത് പറ്റി? ദൈവത്തെ കിട്ടിയില്ല. ദൈവത്തെക്കാളധികം, സൃഷ്ടാവിനേക്കാളധികം സൃഷ്ടവസ്തുക്കളെ തേടിപ്പോയ മനുഷ്യന്റെ പേരാണ് ആദം. അവന്റെ പേരാണ് ധൂർത്തനായ പുത്രൻ. ആ തിരിച്ചറിവിൽ നിന്ന് തിരിച്ചു വരികയാണ്. ദൈവത്തെ നഷ്ടപ്പെടുത്തി എന്ത് നേടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ 2024 വരുമ്പോൾ സ്വർഗം നമ്മളോട് പറയുക, ദൈവത്തെ സ്വന്തമാക്കണം. ദൈവാനുഗ്രഹമല്ല നമുക്ക് വേണ്ടത്. ദൈവം യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയത് അനുഗ്രഹങ്ങളല്ല, 3 കൃപകളാണ്. 1 കൃപ, 2 കരുണ, 3 സമാധാനം. 2024 അത്ര സുഖകരമായൊരു വർഷമാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും ലോകത്ത് യുദ്ധങ്ങളും കലഹങ്ങളും കൂടി വരികയാണ്. അപ്പോഴും വചനം നമ്മളോട് പറയുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ സ്വന്തമാക്കണം. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ളതിനെ നമ്മൾ ഉപേക്ഷിക്കണം. ഒരു കൈയിൽ ലോകവും ലോകസുഖങ്ങളും സന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും ബഹുമതികളും, മറുകൈയിൽ യേശുവിനെ വിചാരിച്ച് കിടന്നാൽ നമുക്ക് ലഭിക്കില്ല. സാത്താൻ നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. നീ അത്യാവശ്യം നല്ല ആളായിട്ടൊക്കെ ജീവിക്കുക, അതിൻ്റെ കൂടെ നീ പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ഓക്കെ. ഈ ലോകത്തിൻ്റെ നന്മ ചെയ്തൊരു മനുഷ്യനും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നമുക്ക് സ്വർഗം ഒരു നന്മയെ തന്നിട്ടുള്ളൂ, അത് ദൈവഹിതം. ദൈവഹിതം, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം, അത് നിറവേറ്റണം. എന്തു വില കൊടുത്തും നിറവേറ്റണം. എങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവം നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ദൈവം കൂടെ ഇല്ലെങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ എന്തുണ്ടായിട്ടും ഒരു ഗുണമുണ്ടാവില്ല. നീ വലിയ നഷ്ടമുള്ളവനായി മാറും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കരുണ എന്തിനാണെന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്.
ഈ കരുണ ഭൗതിക മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഈ ലോക ജീവിതത്തിൽ സന്തോഷ സമാധാനത്തിന് കാരണമാകും എങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തിക ലക്ഷ്യം. ദൈവം തന്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും നമ്മുടെ പാപങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും തകർച്ചകളും മരണത്തെ പോലെ അവൻ ഏറ്റെടുത്തത് എന്തിനാണ്? ഓഫ് കോഴ്സ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തി ഉണ്ടാകണം. പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ മറന്നുപോയി. അത് നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തിക ലക്ഷ്യം. അല്ലെങ്കിൽ കരുണ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു ഗുണവും പ്രദാനം ചെയ്യില്ല. മഹാനായ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ വാക്കുകളാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്മസ് ഉണ്ടായത്. നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ, മനോഹരമായ Man will live forevermore because of Christmas Day. Yes, man will live forevermore. മനുഷ്യന് നിത്യമായ ജീവിതം കിട്ടാനാണ് ക്രിസ്മസ് ഉണ്ടായത്. അല്ലാതെ നമുക്കിവിടെ കുറച്ച് സന്തോഷിക്കാനുള്ള ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടല്ല ക്രിസ്മസ് ഉണ്ടായത്. ഇത് തന്നെയാണ് ഈസ്റ്ററിൻ്റെ ഉദ്ദേശം. ഇതാണ് യേശു ക്രിസ്തു എന്നതിൻ്റെ ഉദ്ദേശം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ 2024 നമ്മൾ കഴിഞ്ഞുപോയ നഷ്ടങ്ങളും വേദനകളും ദുരിതങ്ങളും മാറ്റുന്ന വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വർഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഈ കരുണയുടെ സ്നേഹം മനസ്സിലാക്കി നമ്മുടെ ഓർത്ത് അനുതപിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ മഗ്ദലന മറിയത്തെ പോലെ അവിടുത്തെ പാദത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ദൈവം കാരുണ്യവാനാണ്. നിന്നെ ശിക്ഷിക്കുന്നവനല്ല അവൻ. നിന്റെ പാപത്തിനെ ദ്രോഹിക്കുന്നവനല്ല, നിന്നെ ശിക്ഷിക്കുന്നവനല്ല, നമ്മളോട് കരുണ കാണിക്കുന്നവൻ. അനുദപിക്കുന്ന പാപിയെ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാകണമെങ്കിൽ നമ്മളിലും സ്നേഹമുണ്ടാകണം. നമുക്ക് ഈ ആരാധനയ്ക്ക് ഒരുങ്ങുമ്പോൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ കരുണ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തുന്ന, നമ്മുടെ പാപങ്ങളുടെ പരിണിതകളെ നീക്കുന്ന, നമ്മുടെ തകർച്ചകൾ നമ്മളെ ഉയർപ്പിക്കുന്ന, നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ആ കരുണ നമുക്ക് സ്വന്തമാകുന്നത് എങ്ങനെയാണെന്നറിയോ? യേശു ക്രിസ്തുവിനെ നീ എത്രത്തോളം നിന്റെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുവിലാണ് ഈ കരുണ നമുക്ക് ലഭിക്കുന്നത്. ഈ കരുണ കുഷ്ഠരോഗിക്ക് ലഭിച്ച കരുണ, തളർവാദ രോഗിക്ക് ലഭിച്ച കരുണ, കാനായിലെ കുടുംബത്തിൽ ലഭിച്ച കരുണ, മീൻ കയറാതെ പത്രോസിന് യോഹന്നാന്റെ വഞ്ചിയിൽ ലഭിച്ച കരുണ, എന്തെല്ലാം മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ച കരുണ നിനക്കും അവൈലബിൾ ആണ്. നീ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ ദൈവത്തിന് ശക്തി, കരുണ നിന്നിൽ പ്രകടമാകാനുള്ളതാണ്. അത് ദൈവത്തിന് സാക്ഷ്യമാകാനുള്ളതാണ്. പക്ഷെ അതാകണമെങ്കിൽ യേശു ക്രിസ്തു നിനക്ക് എത്രമാത്രം കർത്താവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ എത്ര കുർബാനയ്ക്ക് പോയതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നീ എത്ര നൊവേന ജില്ലിൻ്റെ അടിസ്ഥാനത്തിലല്ല, നീ എത്ര ജപമാല ജില്ലിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദാറ്റ്സ് ഓൾ ഗുഡ്. ബട്ട് ഇഫ് ജീസസ് ഈസ് നോട്ട് യുവർ ലോർഡ്, ഇറ്റ് ഈസ് ഓൾ വേസ്റ്റ്. അതുകൊണ്ട് ഈ 2024 പ്രവേശിക്കുമ്പോൾ നമുക്കിന്ന് വായിച്ചതുപോലെ നമ്മൾ ബൈബിൾ പറയുന്നത് കർത്താവ് എൻ്റെ ഇടയനാണ്. അത് അധരം കൊണ്ട് പറയുന്നതല്ല. അധരം കൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റും. പക്ഷെ നിൻ്റെ ചിന്തകൾ, നിൻ്റെ വിചാരങ്ങൾ, നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ അഭിലാഷങ്ങൾ അത് യേശുവിൻ്റെതായി മാറണം. യേശുവിൻ്റെ ആഗ്രഹങ്ങൾ, യേശുവിൻ്റെ സ്വപ്നങ്ങൾ, യേശുവിൻ്റെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ നമ്മളതായി മാറ്റുന്നതിൻ്റെ പേരാണ് ജീസസ് ഈസ് ലോർഡ്. സ്വർഗം നമ്മളോട് പറയുകയാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിക്കണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെങ്കിൽ ആ ദുരിതം, ആ ദൈവമെന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പം നമ്മുടെ ഉള്ളിലും സ്നേഹമുണ്ടാകണം. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഈ ദിവസം സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്.